അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഒരുത്ത കോടീശ്വരനായി മാറിയത്. ആ കഥ അറിയാവോ? പറഞ്ഞുതരാം. ഒരു നോബടി പുള്ളി ഓഗസ്റ്റ് 2026 എന്നും പറഞ്ഞ് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി ഒരു 5-6 റീൽസ് ഇടുന്നു. മുഖമൊക്കെ കവർ ചെയ്ത് ആണ് റീൽസ് ഇടുന്നത്. ഇതിനെ പോലെ 25-ാം തീയതി രാവിലെ 12 മണിയാകുമ്പോഴത്തേനും ഞാൻ വലിയൊരു രഹസ്യം പൊട്ടിക്കാൻ പോകുന്നു, വലിയൊരു രഹസ്യം പുറത്തു പറയാൻ പോകുന്നു പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് ഇടുന്നു. കുറെ പേര് അത് കാണുന്നു, അത് വൈറലാകുന്നു. അത് വൈറലായത് എങ്ങനെയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് മനസ്സിലാവും. കാശ് കൊടുത്ത് ആ പോസ്റ്റുകൾ ബൂസ്റ്റ് ചെയ്യുവാണ്. അങ്ങനെയാണ് ഇത് കുറെ പേരിലേക്ക് എത്തുന്നു. പുള്ളിക്ക് ഒരു 4 ലക്ഷത്തിന് മേളിൽ ഫോളോവേഴ്സ് ആകുന്നു. പിന്നെ അയാള് ഓരോ സ്റ്റോറികളായിട്ട് ഇടാൻ തുടങ്ങി. 24 hours down, 24 hours down, 18, 17 അങ്ങനെ മണിക്കൂറുകൾ കൗണ്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങി. എല്ലാരും ക്യൂരിയോസിറ്റി കയറി ഭയങ്കരമായിട്ട് ഇരിക്കുവാണ്. എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി. ലാസ്റ്റ് 25-ാം തീയതി രാവിലെ ആയപ്പോഴത്തേനും ഒരു സ്റ്റോറി ഇടുന്നു. എന്നിട്ട് അതിലൊരു ടെലഗ്രാമിന്റെ ലിങ്ക് കൊടുക്കുന്നു. ഇതിലേക്ക് കയറി ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കാണാമെന്നും പറഞ്ഞു. ക്യൂരിയോസിറ്റി മൂത്തിരുന്ന എല്ലാവരും ഓടി അതിനകത്തോട്ട് കയറുന്നു. നോക്കുമ്പോൾ ടെലഗ്രാമിന് ഒരു ഫയലുണ്ട്, പക്ഷെ അത് അൺലോക്ക് ചെയ്യാൻ 250 സ്റ്റാർസ് കൊടുക്കണം. 250 സ്റ്റാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ മണിയിൽ ഏകദേശം 409 രൂപ. അങ്ങനെ കുറെ പേര് 409 രൂപ കൊടുത്ത് 250 സ്റ്റാർസ് മേടിച്ച് ആ ടെലഗ്രാമിലെ ആ ഗ്രൂപ്പിൽ കിടന്ന ലിങ്ക് ഓപ്പൺ ആക്കി നോക്കുന്നു. ഒന്നുമില്ല, ജസ്റ്റ് ഒരു മോട്ടിവേഷൻ വീഡിയോ, അത്രേ ഉള്ളൂ. പക്ഷേ 1-2 ആൾക്കാരല്ല ഈ പോയി തുറന്നു നോക്കിയത്. ഏകദേശം 1.5 ലക്ഷത്തിന് മേളിൽ ആൾക്കാർ, ഒരു 6 കോടിക്ക് മേളിൽ വരും. അതായത് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഒരുത്തും കോടീശ്വരനായി. ഇതിപ്പോ ഒരു സ്കാം എന്ന് പറയാൻ പറ്റൂ? അവനെ ഒരു സ്കാമർ എന്ന് പറയാൻ പറ്റൂ? പോലീസിന് കേസ് എടുക്കാൻ പറ്റൂ? എന്ത് ചെയ്യാൻ പറ്റൂ? ഈ പൈസ കൊടുത്തിനകത്ത് കയറിയ ആൾക്കാർ കേസ് കൊടുക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റൂല. അവൻ എന്തായാലും അടിച്ച ഗോളായി പോയി. അരെ ബായ്, യു ആർ സോ ക്ലവർ. കൊള്ളാം, നല്ല പരിപാടി. ഇനി ഇതും പറഞ്ഞുകൊണ്ട് ആരും മോമ്പൂടിയും വെച്ചുകൊണ്ട് അടുത്ത പരിപാടിക്ക് നിൽക്കരുത്. ചിലപ്പോൾ അടുത്തൊരു പിടി വീഴും. അപ്പൊ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.